ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീറ്റ് ബ്രെഡാണേ. എന്നിട്ട് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം പനീറുണ്ടേ. പിന്നെ ഒരു കിഴങ്ങും ഒരു അരമുറി ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു സവളയുടെ അരമുറി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 50 ഗ്രാം സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കിത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അടുപ്പ് കത്തിക്കേ. ഇതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേ. ശകലം ഒന്ന് ഓയിൽ ചൂടാവട്ടെ. ശകലം മതി, ഒരു ടീസ്പൂൺ. ഈ ചൂടായ എണ്ണയില്ലേ ഈ ക്യാപ്സിക്കം അരിഞ്ഞതും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കേ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടും, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒരു പച്ച ചുവ വരത്തില്ലേ. അല്ലെങ്കിൽ കിഴങ്ങ് പുഴുകി പൊടിച്ചെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് പുഴുങ്ങിയെടുക്കുക. പിന്നെ ക്യാപ്സിക്കം പച്ച, അത് പക്ഷേ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കടിക്കും. പിള്ളേർ അതൊക്കെ എടുത്ത് കളയത്തില്ലേ. ഇതുപോലൊന്ന് വാട്ടുക, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒരു ശകലം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കേ, ശകലം. പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു നുള്ളു ഉപ്പിടാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. നമ്മുടെ ഈ അടുപ്പ് അണക്കേ. ഇത് റെഡിയായി, ഇതിവിടെ ഇരിക്കട്ടെ. ഇത് മാത്രം ഒന്ന് വാട്ടിയാൽ മതി. ഇനി ഇതിനകത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പനീറില്ലേ, പനീർ ഇതിനകത്തോട്ടൊന്ന് പൊടിച്ച് ചേർക്കേ. മതി. ഈ ക്യാരറ്റും കൂടി ഇതിനകത്തിടേ. ഈ സ്വീറ്റ് കോണും കൂടി ഇടാം. ഈ ഒരു മുറി സവാള ഇല്ലേ, കൊച്ചുള്ളിയുടെ ഒരു മുറി സവാള, അതും ഇടാം. ഇതിങ്ങനെ ഇരുന്ന് ഒന്ന് ആറട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടേണ്ടി വരുമേ. അതിപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇത് ഇച്ചിരി കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ, ഒരു ശകലം. ഇത്രയും മതി. ഇത് ഒന്ന് ആറട്ടെ. ഇത് ആറുന്ന നേരം കൊണ്ട് നമുക്കൊരു വെജ് മയണൈസ് ഉണ്ടാക്കിയെടുക്കേ. ഇതോട്ടിരിക്കട്ടെ. നമ്മുടെ ഈ കൂട്ട് തണുക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു വെജ് എഗ്ലെസ് മയണൈസ് ഉണ്ടാക്കേ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പാല്. ഇത് കാച്ചിയ പാലാണ്, തണുത്ത പാലാണ്, കാച്ചി തണുപ്പിച്ച് വെച്ച പാലേ. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 3 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് എടുത്ത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞതേ, അതും ഇട്ട് കൊടുത്ത്. പിന്നെ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിലേ, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. 3/4 അന്നേരം 3/4 മതി. ഇതൊന്ന് നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുണ്ടേ. കണ്ടില്ലേ നമ്മുടെ എഗ്ലെസ് മയണൈസ്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇനി ഒരു പുതിന ചമ്മന്തി മിൻറ്റ്
പിന്നെ മല്ലിയിലയും കൂടെ എല്ലാം ചേർത്തൊരു ചമ്മന്തി, അതും കൂടെ അരയ്ക്കേ. ഇത് പിടിക്കട്ടെ. ഇനി ഇതിനകത്ത് ഇതിന് വേണ്ടി ഒരു മല്ലിയില ചമ്മന്തി വേണേ. അതിന് ഞാൻ കുറച്ച് മല്ലിയില എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചെറിയ 2 കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അത്, പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ്, ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇനിയും ഉപ്പിട്ട് ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരെ. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയേ. ഒരു പച്ചമുളകും ഇടണമായിരുന്നേ. ഞാൻ അതും കൂടി ഇട്ടിട്ട് ഒന്നരയ്ക്കാം. അപ്പോൾ നമ്മളെ മിൻറ്റ് ചട്നി അരച്ചത്, മിൻറ്റെല്ലാം 2 കൂടെ ഉണ്ട്, മല്ലിയിലയും പുതിനയിലയും കൂടി അരച്ചതുണ്ട്. പിന്നെ ഇത് നമ്മുടെ എഗ്ലെസ് മയണൈസേ, അത് ഒഴിക്കട്ടെ. ഇനി നമുക്ക് ഈ തണുത്ത കൂട്ടില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം പിന്നെ വാട്ടിയത്, കിഴങ്ങ് മാത്രമേ വാട്ടിയിട്ടുള്ളായിരുന്നു ചെറുതായിട്ടൊന്നേ. ബാക്കിയെല്ലാം അതിൻ്റെ ചൂട്ടിൽ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്തത് ആ ചൂടിൽ കേട്ടോ. ഇനി ഇതിനകത്ത് ചെറിയൊരു തക്കാളി കുരു കളഞ്ഞത് അരിഞ്ഞതിട്ടെ, അതും ഇട്ട്. ഇനി ഇതിനകത്ത് കുറച്ച് സീസണിങ്, ഇറ്റാലിയൻ സീസൺ ഹെർബ്സ് കുറച്ച് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മതിയേ. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില, ഇനി ഇതിനകത്ത് ഈ എഗ്ലെസ് മയോണൈസ് ഇല്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കേ. എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചേ. നമുക്കിതുപോലെ ചിക്കനിലുണ്ടാക്കാം, പിന്നെ മുട്ടയിലുണ്ടാക്കാം. മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടെ മയണൈസ് ഒഴിച്ചു കൊടുക്കേ. ഉപ്പ് സൂക്ഷിക്കണം, കാര്യം ഇതിനകത്തൊക്കെ ഉപ്പുണ്ട്. ചട്നിയിൽ ഉപ്പുണ്ട്, പിന്നെ മയണൈസിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് സൂക്ഷിച്ച് വേണം എല്ലാത്തിലും മിക്സ് ചെയ്യാൻ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. നമുക്കിതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേ. ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക. ഇനി ഇന്ന് നമുക്ക് ഫില്ല് ചെയ്യാം. ഇതോട്ടിരിക്കട്ടെ. ഈ ബ്രെഡ് ഇങ്ങോട്ടെടുത്ത് വെക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ സാൻഡ്വിച്ചിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കേ.
ഇതിനകത്ത് ചെറിയ സ്ലൈസ് ബ്രെഡാണ്, വലിയ സ്ലൈസ് കിട്ടുവാണെങ്കിൽ അതെടുക്കുക. ഇനി ഇതിൽ ഈ ചട്നി ഇല്ലേ, ഗ്രീൻ ചട്നി, അത് തേക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ ചട്നിക്ക് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ, ഇനി അടുത്തൊന്നും റെഡിയാക്കാം. ഇതേ സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പോൾ ഒരു മിനിറ്റ് ചട്നി അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇട്ടാലും മറ്റേതായിട്ട് പിന്നെ ഇട്ടാലും ഒന്നും കുഴപ്പമില്ല. ഇതിന് പകരം ചിക്കൻ, അന്നേരം എഗ്ലെസ് മയണൈസ് അല്ലേ, നമ്മൾ മുട്ട ചേർത്തുള്ള മയണൈസ് ഇല്ലേ, അത് ഉപയോഗിക്കാം. ഇട്ടിരിക്കട്ടെ, ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇത് മുട്ടയിൽ ഇതുപോലെ ഉണ്ടാക്കാം. മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് മുട്ടയിട്ട് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കേ. രണ്ടും വെക്കാൻ സ്ഥലമുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. തീരെ സിം വെക്കണ്ട, ഒരു മീഡിയത്തിനും കുറച്ചുകൂടെ താഴെ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചീസ് ചേർക്കേ. ഓരോ സ്ലൈസ് ഗ്രേറ്റ് ചെയ്ത് ഇപ്പം ചീസായാലും സ്ലൈസ് ആയിട്ടുള്ള ചീസായാലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണേ. ഇങ്ങോട്ട് മാറ്റാം. ഇത്രയും മതി. നമ്മുടെ ഈ സാൻഡ്വിച്ച് ഈ പ്ലേറ്റിലോട്ട് മാറ്റേ. രാത്രി ഡിന്നറിന് ഏറ്റവും പറ്റിയൊരു
ഇത് ഒരെണ്ണം കഴിച്ചിട്ട് കിടക്കുക സുഖവ്. ഓക്കെ, കണ്ടില്ലേ? നമ്മളെ പനീർ സാൻഡ്വിച്ച്, വെജിറ്റബിൾ ആൻഡ് പനീർ സാൻഡ്വിച്ച് എല്ലാം ഉണ്ട് ഇതിനകത്ത്. വെജിറ്റബിളും ഉണ്ട്, നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾ ചേർക്കാം അതുപോലെ എല്ലാം ചേർക്കാം. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.